എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുറ്റമേകാൻ വേണ്ടി ആദർശ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. അവിടെ വെച്ച് നവീൻ തടയുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. ഇന്നൊരു ദിവസം ഏതായാലും നയനയ്ക്ക് ഈ സ്റ്റേഷനിൽ തന്നെ കിടക്കേണ്ടി വരും. നാളെ കോടതിയിൽ നിന്ന് ജാമ്യം ഞാൻ നേടിയിരിക്കും. യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ആദർശേട്ടൻ ഇപ്പോൾ പോയി നയനെ ഒന്ന് ആശ്വസിപ്പിക്കുക. അത്ര മാത്രമേ ചെയ്യാവുള്ളൂ. വേറെ കുറ്റമൊന്നും ഏൽക്കാൻ പോയേക്കരുതെന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആദർശ് അകത്തേക്ക് പോകുന്നത്. ആകെ വിഷമിച്ച് ആദർശ് ആദ്യം നന്ദുവിൻ്റെ അടുത്താണ് ചെല്ലുന്നത്. നന്ദു ആകെ വിഷമിച്ചിരിക്കുന്നു. നന്ദു പറയുന്നുണ്ട്, എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാനിവിടെ എസ് ഐ ആയിരുന്നിട്ടും എനിക്ക് നയനേച്ചിയെ രക്ഷിക്കാൻ പറ്റിയില്ല. അതിന് കാരണം ആ CI ആണ്. അയാൾ ആരുടെ കയ്യിൽ നിന്നോ പൈസ മേടിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അയാൾ ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്. എനിക്ക് ഈ ജോലി പോലും വേണ്ട എന്ന് ഒരു നിമിഷം തോന്നിപ്പോയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടേ. എന്നിട്ട് ആദർശിനോടും പറയുന്നുണ്ട്, ഏതായാലും നയനേച്ചിയെ അവർ കുടുക്കി. അവരുടെ ടാർഗറ്റ് നയനേച്ചിയല്ലായിരുന്നു, ആദർശേട്ടനായിരുന്നു. ആദർശേട്ടൻ തലനാരിഴയ്ക്കാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി ആദർശേട്ടൻ കുറ്റമൊന്നും ഏൽക്കരുത്. നവീനേട്ടൻ രണ്ടും കൽപ്പിച്ചാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയേക്കുന്നത്. ഉറപ്പായിട്ടും നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തിരിക്കും. പോലീസ് ജയിലിലേക്കൊന്നും പോകേണ്ടി വരില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് നയനെ കാണാനായിട്ട് രണ്ടുപേരോട് പോവാണ്. അന്നേരം നയന അത്യാവശ്യം ബോൾഡായിട്ട് നിൽക്കുന്നു. നയനയ്ക്ക് പ്രശ്നമൊന്നുമില്ല. നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ കുറ്റം ഏൽക്കാനൊന്നും പോയേക്കരുത്. അവരുടെ ടാർഗറ്റ് ആദർശേട്ടനാണ്. ഇത് കള്ളക്കേസാണ് എന്ന് നമുക്കറിയാലോ. ആദർശേട്ടനെ കൊടുക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല. അങ്ങ് ഗൾഫിൽ വെച്ചും അവർ ശ്രമിച്ചതാണ്. അത് ഇവിടെ നടപ്പാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആദർശേട്ടൻ വിഷമിക്കേണ്ട. ഏതായാലും നാളെ ജാമ്യം കിട്ടുമായിരിക്കും. കിട്ടിയില്ലെങ്കിലും ജയിലിൽ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആദർശനാകെ വിഷമമാണ്. നിന്നെ ഈ അവസ്ഥ എനിക്ക് കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അങ്ങോട്ട് ആ CA വരും. എന്നിട്ട് ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ നയനയുടെ ഹസ്ബൻഡാണ് ഞാനെന്ന് ആദർശ് പറയും. ഓ, നീയും ഇവളും കൂടെ ഒരുമിച്ചാണോ കള്ളക്കടത്തൊക്കെ നടത്തുന്നത്? ആ മൂർത്തി നിന്നെ പുറത്താക്കിയപ്പോൾ ജീവിക്കാൻ വേണ്ടിയാണോ നീ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ആദർശിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ആദർശ് പറയും, നയന നിരപരാധിയാണ്, അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. അപ്പം നീയാണോ കള്ളക്കടത്ത് നടത്തിയത്, അതോ ഞാനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം, സാറേ ഇതൊരു കെട്ടിച്ചമച്ച കേസാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ അകത്ത് സാറിൻ്റെ റോൾ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പം, മര്യാദയ്ക്ക് സംസാരിച്ചോണം. മൂർത്തിയുടെ കൊച്ചുമോനാണെന്ന് ഓർക്കുകയില്ല, തല്ല് എന്ന് അകത്ത് കയറ്റിയിടും. പിന്നെ നിന്നെ പുറത്തിറക്കാൻ വേണ്ടി വേറെ ആൾക്കാർ വരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെടുന്നു. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, ഇത് ഇവിടം കൊണ്ടൊന്നും തീരുകയില്ല. ഏതായാലും സാറ് കരുതിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരവും അങ്ങനെ പറയുന്നുണ്ട്, നീ സമ്മതിക്കത്തില്ല, നിന്നെ അകത്തെടുത്തിരണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും പ്രശ്നം ഗുരുതരം ആകണ്ട എന്ന് കരുതി നന്ദു പറയും, ആദർശേട്ടൻ പൊയ്ക്കോ എന്ന്. ആദർശങ്ങ് പോയി കഴിയുമ്പം CI നന്ദുവിനോട് പറയുന്നുണ്ട്, അവൻ വന്നപ്പം ഇവളുടെ മുഖത്ത് പാട് കാണണമായിരുന്നു, അങ്ങനെയാണെങ്കിൽ അവൻ്റെ ആ തിളപ്പ് ഇത്തിരി കുറഞ്ഞേനെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ആനന്ദപുരിയാണ്. ആനന്ദപുരിയിൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ജയൻ അറിഞ്ഞു, ആകെ ടെൻഷനിൽ നിൽക്കുവാണ്. പിന്നെ അനിയെ വിളിച്ച് അനിയോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നത്. അങ്ങനെയാണ് ദേവയാനി കാര്യം പറയുന്നത്. അന്നേരം ഭയങ്കര സങ്കടമാകുന്നു, കരച്ചിലാകുന്നു. എങ്ങനെയെങ്കിലും മോളെ രക്ഷിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പം ഇതൊരു കെട്ടിച്ചമച്ച കേസായതുകൊണ്ട് തന്നെ മോളെ കൊടുക്കാൻ വേണ്ടി അവർ എന്ത് വേണമെങ്കിലും ചെയ്യും, ജാമ്യം കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനോട് കാര്യങ്ങൾ പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലും. മുത്തശ്ശൻ അന്നേരം കാര്യങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മുത്തശ്ശൻ ചെല്ലുന്നത് ഇങ്ങനെ ഇത്തിരി കട്ടക്കലിപ്പിലിരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അച്ഛൻ കാര്യങ്ങൾ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുക എന്താ കാര്യം എന്ന്. അന്നേരമാണ് നയന അറസ്റ്റിലായ കാര്യം ദേവേനി മുത്തശ്ശനോടും മുത്തശ്ശിയോടുമായിട്ട് പറയുന്നത്. പക്ഷേ മുത്തശ്ശൻ നേരത്തെ അറിഞ്ഞായിരുന്നു. മുത്തശ്ശിക്ക് ആകെ ടെൻഷനാകുന്നു, കരച്ചിലാകുന്നു. അന്നേരം മുത്തശ്ശൻ ഇങ്ങനെ കല്ലുപോലെ ഇരിക്കുക. അതെന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം, അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യാനാ, ഇവിടുന്ന് ഒരുത്തൻ ഇറങ്ങിപ്പോയി, അവൻ്റെ പുറകെ ഇറങ്ങിപ്പോയതല്ലേ നയന, അവളെ രക്ഷിക്കാൻ അറിയാം, അവനങ്ങ് രക്ഷിച്ചോളൂ എന്ന് പറയുമ്പം അച്ഛൻ എന്താ ഇത് കേട്ടിട്ട് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്, അച്ഛന് ആദർശനോടല്ലേ ദേഷ്യം, നയന ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അവളെ രക്ഷിക്കത്തില്ല അച്ഛ എന്നൊക്കെ ചോദിക്കുമ്പം, അത് ചെയ്യാൻ കഴിവുള്ളവർ പുറത്തുണ്ട്, ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാനും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പം, ഇതൊക്കെ ഇത്തിരി കൂടി പോകുന്നുണ്ട് അച്ഛ, ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ദേവയാനി പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നിൻ്റെ അംഗീകാരം എനിക്ക് വേണ്ട, ഞാൻ എൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളൂ എന്ന്. അന്നേരം എനിക്കിനി ഒന്നും പറയാനില്ലമ്മേ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് ദേവയാനി അങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ വിഷമം ഇല്ലാതിരിക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, വിഷമമില്ലെന്ന് ആരാ പറഞ്ഞ്, ആ വിഷമം കടിച്ചമർത്തി തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, താൻ കുറച്ച് നേരമായിട്ട് എന്നോട് ചോദിക്കുന്നില്ലേ എന്താ ഒരു വിഷമമെന്ന്, ഇത് അറിഞ്ഞതുകൊണ്ടുള്ള വിഷമമാണ് എന്ന് പറയുമ്പം മുത്തശ്ശി ചോദിക്കും, എങ്കിൽ മോളെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവളെ രക്ഷിക്കാൻ പറ്റുന്നവർ പുറത്തുണ്ട്, ആദർശുണ്ട്, നവീനുണ്ട്, അവർ നയനമോളെ രക്ഷിച്ചോളും, അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കോളാം, ഏതായാലും നാളെ മോൾക്ക് ജാമ്യം കിട്ടും, അങ്ങനെ
എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് താൻ കണ്ടോ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ദേവയാനിക്ക് വീട്ടിൽ ഇരിക്കപ്പുറതി ഇല്ലാത്തതുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് അനിയുടെ കൂടെ. ആദ്യമേ വന്ന് കാണുന്നത് നയനയാണ്. നയനയുടെ മുന്നിൽ കുറേ കരച്ചിലൊക്കെ നടത്തും. അന്നേരം നയന പറയുന്നുണ്ട്, അമ്മ സങ്കടപ്പെടേണ്ട, ആദർശേട്ടനെ കൊടുക്കാനാണ് അവർ ശ്രമിച്ചത്, ആദർശേട്ടൻ രക്ഷപ്പെട്ടു. ഇപ്പം എനിക്കിവിടെ കിടക്കേണ്ടി വന്നാലും നാളെ എനിക്ക് ജാമ്യം കിട്ടും, കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ പേടിക്കണ്ട എന്നൊക്കെ പറയുമ്പം മോളുടെ ഈ അവസ്ഥയിൽ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ ദേവയാനി പറയും. എന്നിട്ട് എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം അവിടെ നന്ദു ഉണ്ടല്ലോ, അവിടെ നന്ദു ജ്യൂസൊക്കെ കൊടുത്തെന്ന് പറയുന്നത്. എന്നാലും ഭയങ്കര വിഷമമാണ്. അന്നേരം എന്തിനാണ് നമ്മളോട് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ഇത് ആദർശേട്ടനെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അമ്മേ, അതുകൊണ്ട് അമ്മ വിഷമിക്കേണ്ട, ഏതായാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നു. അന്നേരം ദേഷ്യത്തോടെ ദേവേനി പറയുന്നുണ്ട്, ആ സിയെ എനിക്കൊന്ന് കാണണമെന്ന്. അന്നേരവും നയന പറയുന്നുണ്ട് കേട്ടോ, അമ്മ വെറുതെ വഴക്കിനൊന്നും പോകണ്ടെന്ന്. അന്നേരം അയാൾക്കും കുടുംബമൊക്കെ കാണില്ലേ, ഇങ്ങനെയാണോ ആ കുടുംബത്തിലും ചെയ്യുന്നതെന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ദേവയാനിയും അനിയും കൂടെ ആ സിയുടെ അടുത്തോട്ട് ചെല്ലുന്നത്. അയാളോട് സംസാരിക്കുമ്പോഴും അയാൾ പറയുന്നത്, ഞാൻ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ, എനിക്കൊരു മെസ്സേജ് കിട്ടി ഫോണിൽ, അതനുസരിച്ച് ഞങ്ങൾ സെർച്ച് ചെയ്തു, സ്വർണം കണ്ടെടുത്തി, അതിൻ്റെ പേരിൽ തന്നെയാണ് ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നിർത്തിയേക്കുന്നത്, അല്ലാതെ ഞാൻ ഇതിൻ്റെ അകത്ത് കള്ളത്തരമൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സാറിന് എത്ര രൂപയാണ് കിട്ടിയത്, അതിൻ്റെ 10 ഇരട്ടി ഞാൻ തരാം എന്ന് പറയുമ്പം അങ്ങനെ പൈസ മേടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല ഞാൻ എന്നാണ് അങ്ങനെ പറയുന്നത്. അന്നേരം അനി പറയുന്നുണ്ട്, ഇതുപോലെ തന്നെ മറ്റൊരു സിയെയും ഇവിടെ ഉണ്ടായിരുന്നു, അയാളുടെ കഥ സാർ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പം എനിക്കറിയാം, അയാളെ ഇവിടുന്ന് നിങ്ങളെല്ലാവരും കൂടി അടിച്ച് ഓടിച്ചതാണ് എന്ന് എനിക്കറിയാം, അയാളെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അതിന് തക്കതായ കാരണങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്, നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ മരുമകൾ നിരപരാധിയാണെങ്കിൽ നാളെ കോടതിയിൽ നിന്ന് നിങ്ങൾ ജാമ്യം നേടിക്കോ, അല്ലാതെ ഇവിടുന്ന് ജാമ്യം കിട്ടത്തില്ല, ഞാൻ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ, അതിനുവേണ്ടി ഇവിടെ നിൽക്കുകയും വേണ്ട എന്ന് പറയുന്നു. അധികം ദേവയാനി ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ആണുങ്ങളായ ധരിച്ചിരിക്കുന്ന കുപ്പായത്തോടെ കുറച്ച് നീതി പുലർത്തണം, താനൊക്കെ ആ കൂട്ടത്തിൽ പെടുവോ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് ദേവയാനി പോകും. അങ്ങനെയൊക്കെ കലിയൊക്കെ വരുന്നുണ്ട്, എങ്കിലും അങ്ങ് നിയന്ത്രിച്ചങ്ങ് നിൽക്കുവാണ്. പോകുന്നതിന് മുമ്പ് അനിയും പറയുന്നുണ്ട്, സാറേ ഇതൊക്കെ നല്ലതിനാട്ടോ, നമുക്ക് ഇനിയും കാണേണ്ടി വരുമെന്ന്. ആയിക്കോട്ടെ എന്ന് അങ്ങേരും വെല്ലുവിളിക്കുന്നു. എന്തായാലും അവിടുന്ന് പോരുന്ന ദേവയാനിയും അനിയും കൂടെ നേരെ നന്ദുവിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. നന്ദു ആകെ വിഷമത്തിലാണ്. നേരം ദേവയാനിയുടെ സങ്കടം കാണുമ്പോൾ എനിക്കും വിഷമമുണ്ടമ്മേ, ഈ ജോലി ഒരു നിമിഷത്തേക്ക് വേണ്ടെന്ന് വെച്ചാലോ എന്ന് വരെ ഞാൻ വിചാരിച്ചതാണ്, ഞാനിവിടെ SI ആയിട്ട് ഇരുന്നിട്ടും ചേച്ചിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കടവും എനിക്കുണ്ട്. CA ഒന്നിനും സമ്മതിക്കുന്നില്ല, ചേച്ചീനെ ഒന്ന് പുറത്തിരുത്താൻ പോലെ അയാൾ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെടുമ്പം അനി പറയുന്നുണ്ട്, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം, കാരണം നിൻ്റെ മേലുദ്യോഗസ്ഥർ പറയുന്നതല്ലേ നിനക്ക് കേൾക്കാൻ പറ്റുള്ളൂ, ഏതായാലും നാളെ ജാമ്യം കിട്ടട്ടെ, അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ളവർക്കുള്ള പണി നമുക്ക് കൊടുക്കാം എന്നൊക്കെ പറയുന്നു. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടമൊക്കെ പറഞ്ഞിരിക്കുന്ന അവരെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.